വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കെ.സി.ബി.സിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി. താമരശ്ശേരി രൂപതയുടെ ഭാഗമായ കോഴിക്കോട് ദേവഗിരി ഇടവക നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് കെ.സി.ബി.സി പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തലയും ചടങ്ങിൽ ഭാഗഭാക്കായി. തുടർന്ന് വിലങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം വാസയോഗ്യമായ ഒരു ഭവനം നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് സർക്കാർ ഭൂമിക്ക് കാത്തുനിൽക്കാതെ ലഭ്യമാകുന്ന സ്ഥലത്തിൽ വേഗത്തിൽ ഭവന നിർമ്മാണം ആരംഭിച്ചതെന്ന് കർദിനാൾ പറഞ്ഞു. വയനാട്ടിലും വിലങ്ങാടും ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരും അനാഥത്വം അനുഭവിക്കുന്നവരുമായ എല്ലാവരോടും കേരള കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ ബന്ധം ഞാൻ ഈ സമയം അറിയിക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കൈയിലും നടന്ന ഒരു ദാരുണമായ ആ പ്രകൃതിക്ഷോഭമാണ് ലോകം കൂടുതലായി മനസ്സിലാക്കിയത്. നിങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിനന്ദനായ റെമിജിയോസ് പിതാവ് കെ.സി.ബി.സി സമ്മേളനത്തിൽ വെച്ച് വിശദമായി വിലങ്ങാട് ഉണ്ടായ ഈ പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമാക്കുകയുണ്ടായി. അങ്ങനെയാണ് കൂടുതൽ വ്യാപകമായി വിലങ്ങാട് സംഭവിച്ച പ്രകൃതിക്ഷോഭത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു വിവരം പൊതുസമൂഹത്തിന് ലഭിച്ചത്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഉടനടി ക്രിയാത്മകമായി അതിനോട് മനസ്സിലാക്കുകയും പ്രതിനിധികളെ അയക്കുകയും ഇത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളോട് ബന്ധവും അനുഭാവവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന ഒരവസരം എന്നതിനേക്കാൾ നന്മ ചെയ്യുന്നതിന് നിർബന്ധിതരാകുന്ന ഒരു മുഹൂർത്തത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നേറണം എന്ന് അഭിനന്ദനായ റെമിജിയോസ് പിതാവ് സൂചിപ്പിച്ചത് ഓർക്കുന്നു. അഭിനന്ദ പിതാവിൻ്റെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് വിലങ്ങാട് പ്രദേശത്ത് സംഭവിച്ച വലിയ വേദനാജനകമായ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് പിതാവെടുത്ത അതിശക്തമായ നിലപാടിനെ ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. കേരള കത്തോലിക്ക സഭ 100 ഭവനം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് അതിൻ്റെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ആലോചനയിലായിരുന്നു. എന്നാൽ സങ്കടകരമായ അവസ്ഥ, നമുക്ക് വയനാട്ടിലും വിലങ്ങാടുമൊക്കെ ലഭിക്കേണ്ടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഒരിടത്തും എത്തിയിട്ടില്ല എന്നതാണ്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. നമ്മുടെ ദേശത്തുണ്ടായ വലിയ ഒരു ദുരന്തത്തിൽ സമയബന്ധിതമായി ഇടപെടേണ്ടുന്ന ഒരവസ്ഥയിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. അഭിനന്ദ ചക്കാലക്കൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ 4 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഞങ്ങൾ കാണുകയുണ്ടായി. പല വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായി ഈ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു.
അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് ഈ വിഷയത്തെ കണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതനുസരിച്ച് കൃത്യമായ ഒരു പാക്കേജ്, ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ നമ്മുടെ ജനങ്ങൾക്ക് താമസിയാതെ അവർക്ക് വാസയോഗ്യമായ ഒരു ഭവനത്തിൽ താമസിക്കേണ്ടുന്നത് ഒരു അനിവാര്യതയാണ്. അതുകൊണ്ടാണ് നമുക്ക് ലഭ്യമാകുന്ന സ്ഥലത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഭവന നിർമ്മാണം വേഗത്തിൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചതും. ഇന്നലെ മാനന്തവാടി രൂപതയുടെ ആഭിമുഖ്യത്തിൽ തോമാട്ടുചാലിൽ ഒരു ഭവനം, ബത്തേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ അവിടെ അടിസ്ഥാന ശിലകൾ സ്ഥാപിച്ച് നൽകി. ഇന്നിപ്പോൾ താമരശ്ശേരി രൂപതയിൽ ഈ ഭവനത്തിന് അടിസ്ഥാനമിട്ടു. കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ അടിസ്ഥാന ശിലകൾ ഇവിടെ വെച്ച് ആശീർവദിക്കുന്നതാണ്. ഈ 4 രൂപതകളാണ് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കേരള കത്തോലിക്കാ സഭയുടെ ജസ്റ്റിസ് പീസ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് മാവങ്കലച്ചൻ ഇവിടെയുണ്ട്. കേരള ബിഷപ്സ് കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ബഹുമാനപ്പെട്ട തോമസ് തറയിലച്ചൻ ഇവിടെയുണ്ട്. അവരുടെ എല്ലാം ശക്തമായ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. ഒരുമിച്ച് നിന്ന് അതിശക്തമായ ഒരു പുനരധിവാസ പദ്ധതിക്ക് നമുക്ക് ഒരുമയോടെ മുൻപോട്ട് പോകാം. പ്രകൃതി ക്ഷോഭിക്കും, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാം. അക്ഷോഭ്യമായ മനസ്സോടുകൂടി ഏകോദര സഹോദരങ്ങളെപ്പോലെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യ കുടുംബം എന്ന നിലയിൽ ഇപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ ഒരുമിച്ച് നിന്നാൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. മനോഹരമായ ഓർമ്മപ്പെടുത്തൽ, വി ഷാൽ ഓവർകം സം ടൈം. നമ്മളതിനെയും അതിജീവിക്കും. കേരളം കണ്ട വലിയ പ്രകൃതി ദുരന്തം വെള്ളപ്പൊക്കത്തിൽ നാം കണ്ടു. അതിനെ അതിജീവിച്ചവരാണ് നാം. അത് ഒറ്റതിരിഞ്ഞല്ല, ഒരുമിച്ച് നിന്നാണ്. നമുക്കിനിയും ഏറെ മുൻപോട്ട് പോകാനുണ്ട്. ഈ വിലങ്ങാട് പ്രദേശത്ത് ഒരുമിച്ച് നിന്ന് ഇക്കാര്യത്തിൽ നിങ്ങൾ കാട്ടുന്ന വലിയ ഒരു സാക്ഷ്യം, ഒരു മുന്നേറ്റം, അതനേകർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ബഹുമാന്യരായ MLAയും മറ്റ് സാമൂഹിക പ്രവർത്തകരും നൽകുന്ന വലിയ കൈത്താങ്ങിന് ഞാൻ KCBCയുടെ നാമത്തിലുള്ള ആദരവും നന്ദിയും അറിയിക്കുന്നു. ഈ സംരംഭത്തിൽ ഒരുമിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ വരുന്നതിനും ഇപ്രകാരമുള്ള അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയിലായിരിക്കുന്നതിനും എന്നെ ക്ഷണിച്ച അഭിവന്യ റെമേജിയോസ് പിതാവിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. താമരശ്ശേരിയിൽ അനേകം പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വിലങ്ങാട് പ്രദേശത്ത് ആദ്യമായിട്ടാണ് വരിക. എൻ്റെ ഒരു സഹപാഠി വിലങ്ങാട് പ്രദേശത്തുള്ള ബഹുമാനപ്പെട്ട ചൂരപ്പൊയ്കയിൽ അച്ഛൻ ഇവിടെ നിന്നുള്ള വൈദികനാണ്. അതാണ് വിലങ്ങാടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പുതുവത്സരത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈ KCBCയുടെ താമരശ്ശേരി രൂപത ആഭിമുഖ്യത്തിലുള്ള വിലങ്ങാട് പുനരധിവാസ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമേജിയോസ് ഇഞ്ചനാനിയിൽ, കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ തറക്കല്ലും മാർ ക്ലീമീസ് ബാവ ചടങ്ങിൽ വെച്ച് ആശീർവദിച്ചു. നിരവധി വൈദികരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഒരുപാട് പേർ ചടങ്ങിൽ പങ്കെടുത്തു. സർക്കാർ ഭൂമിക്ക് കാത്തു നിൽക്കാതെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കും KCBC മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങുകൾ കഴിഞ്ഞ ദിനം കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടതും വലിയ മാധ്യമശ്രദ്ധ നേടിയിരുന്നു.